നമസ്കാരം. ലളിതാ സഹസ്രനാമം ചർച്ചയിലേക്ക് സ്വാഗതം. 907 നാമം തത്വമയി. അതിനു മുമ്പ് തത്വമയി നമ്മൾ ചർച്ച ചെയ്തത്. പക്ഷെ 3 നാമങ്ങളാണ്. തത്വം ഐ 425, 426, 427. 2 തത്വമയി ഇല്ല. അത് 3 നാമങ്ങളായിട്ടാണ് തത്വമയി. തത്വം ഐ ആയിട്ട്. ഇത് തത്വമയി എന്നുള്ള ഒറ്റനാമമായിട്ടാണ് ഇതിൽ ചർച്ചയാണ്. ആവർത്തിച്ചു എന്ന് പറയാൻ പറ്റില്ല എന്നർത്ഥം. 2 തത്വമയി ഉണ്ടല്ലോ, 425 അതാണല്ലോ എന്ന് ചോദിക്കരുത്. അത് 425, 26, 27 3 നാമങ്ങളായിട്ടാണ്. തത്വമയി, തത്വങ്ങളിൽ നിറഞ്ഞിരിക്കുന്നവൻ. തത്വാധിക വന്നു, തത്വങ്ങളെ അധികരിച്ച് നിൽക്കുന്ന, എല്ലാ തത്വങ്ങൾക്കും അതീതമായിട്ട് നിൽക്കുന്ന. അതീതമാണ് ദൈവം. പക്ഷെ തത്വങ്ങളെല്ലാം ദൈവം തന്നെയാണ്. അതീതയാണെങ്കിലും ഇതൊക്കെ ഞാൻ തന്നെയാണ്. ഒന്നും എന്നെ ബാധിക്കുന്നില്ല, പക്ഷെ ഇതൊക്കെ ഞാൻ തന്നെയാണ്. കർമ്മം എന്നെ ബാധിക്കുന്നില്ലെങ്കിൽ കർമ്മം ഞാനാണെന്ന് പറയാൻ പറ്റില്ല. കർമ്മഫലം എനിക്ക് ആവശ്യമില്ല. കർമ്മഫലം എങ്ങനെ കിട്ടുക? കർമ്മം എന്നെ ബാധിക്കുമ്പോഴാണ്. എന്നെ ബാധിച്ച കർമ്മങ്ങൾ ചെയ്യുമ്പോൾ കർമ്മഫലം അനുഭവിക്കാനും ഞാൻ അർഹനാണ്. നല്ലതായാലും ചീത്തയായാലും ഇത് എന്നെ ഒന്നും ബാധിക്കുന്നില്ല. അപ്പൊ ഫലവും എന്നെ ബാധിക്കുന്നില്ല. എന്നാൽ ഞാനിതിലെല്ലാം ഉണ്ട്. ഞാൻ തന്നെയാണ് ഇത് ചെയ്യണത്, ചെയ്യിക്കണം. പക്ഷെ ആ താമരയിലത്തെ വെള്ളം പോലെ ഞാനിതിലൊന്നും ചേരുന്നില്ല, മുഴുകുന്നില്ല. ചില താമരയിലും നിൽക്കും, പക്ഷെ അത് ബന്ധം വരില്ല. താമരയിലും വെള്ളമായിട്ട് വേറെ കിടക്കുള്ളൂ. അതുപോലെയാണ് ഞാൻ തന്നെയാണ് ഇതിലെല്ലാം, ഞാൻ തന്നെയാണ് ഇതിൽ നിൽക്കുന്നത്, ഞാനാണ് ഇതിന്റെ എല്ലാം പിന്നിലുള്ളത്. പക്ഷെ ഇതൊന്നും എന്നെ ബാധിക്കുന്നില്ല. തത്വമയി. സച്ചിദാനന്ദം എന്ന് പറയുന്ന 3 തത്വങ്ങൾ. സച്ചിദാനന്ദം നമ്മൾ ചർച്ച ചെയ്തതാണ്. സത്, ചിത്, ആനന്ദം. സത്ത് ആത്മതത്വം, ചിത്ത് വിദ്യാതത്വം, ആനന്ദം ശിവതത്വമാണ്. സത് എന്ന് പറയുന്നത് സത് എന്ന് പറയുന്നത് ആത്മതത്വമാണ്. എന്നും അതുപോലെ തന്നെ നിൽക്കുന്നത് ആത്മാവ്, മാറ്റമൊന്നുമില്ല. അപ്പൊ ഞാൻ ജനിച്ച് മരിക്കുന്നത് വരെ ഞാൻ തന്നെയാണ്. മറ്റുള്ളവർക്കാണ് അയ്യോ ക്ഷീണിച്ചു പോയി, അയ്യോ വയ്യാതെ ആയിപ്പോയി, എന്താ അസുഖമായിരുന്നു, അയ്യോ ഇത് കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ എന്നൊക്കെ പറയാം. എനിക്കൊരു മാറ്റമില്ല. ഞാൻ അപ്പോഴും ഇപ്പോഴും എപ്പോഴും ഞാൻ തന്നെയാണ്. ഞാനില്ലാതെ ആയാലും ആത്മാവ് അവിടുത്തെ നിൽക്കും. അത് കത്തിക്കാനോ കീറി മുറിക്കാനോ പഴയതാക്കാനോ ഒന്നും സാധിക്കില്ല. അതങ്ങനെ തന്നെ നിൽക്കും. അത് ധരിക്കുന്ന ശരീരം ജീർണിച്ചു കഴിഞ്ഞാൽ അത് അടുത്ത ശരീരത്തിലേക്ക് പ്രവേശിക്കും, അല്ലെങ്കിൽ അടുത്ത അടുത്ത സന്ദർഭത്തിലേക്ക് മാറും. അതിന് നാശമൊന്നുമില്ല, അതിന് മാറ്റമില്ല. അപ്പൊ സത്. ചിത്ത് എന്നാൽ വിദ്യാതത്വമാണ്, അറിവാണ്. എന്നിൽ എന്നെ കുറിച്ചുള്ള, ആത്മതത്വത്തെ കുറിച്ചുള്ള, അകത്തുള്ള കോശങ്ങളെ കുറിച്ചുള്ള, കോശാതീതമായി നിലനിൽക്കുന്ന ആത്മാവെന്ന എന്നെ കുറിച്ചുള്ള ഒക്കെ അറിവിനെയാണ്. അതും നിരന്തരം നിത്യമായ അറിവ് തന്നെയാണ്. അതിന് മാറ്റങ്ങളൊന്നുമില്ല. ഒരിക്കലും അറിഞ്ഞാൽ ആ അറിവ് നാളെ വേറൊന്നാവില്ല. ഇന്നത്തെ ഓരോ കാര്യങ്ങള് നാളെ മാറിയോ ഇല്ലയോ നോക്കണം. എന്തെങ്കിലും മാറ്റം ഉണ്ടായോ എന്ന് അറിയണം. പക്ഷെ ഇതിന് മാറ്റമൊന്നുമില്ല. ഈ അറിവ് നിരന്തരവും നിത്യമാണ്. അതങ്ങനെ തന്നെ നിലനിൽക്കും. ആനന്ദമോ ശിവതത്വമാണ്, മംഗളസ്വരൂപമാണ്. നമ്മളെല്ലാം നിരന്തരം അനുഭവിക്കുന്നില്ല, നമ്മൾ അറിയില്ല. അത് മാത്രമേ. സങ്കടമാണ്, ദുഃഖമാണ്, വെറുപ്പാണ്, വിരോധമാണ്, ദേഷ്യമാണ് എന്നൊക്കെ പറഞ്ഞാലും അടിസ്ഥാനപരമായ ആനന്ദതത്വത്തെ അനുഭവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ആത്മാവ് നമ്മുടെ ഉള്ളില്. നമ്മൾ അറിയുന്നില്ല. നമ്മൾ വായയിൽ പെട്ട് ഉഴലുന്നതായതുകൊണ്ട് നമുക്കിതൊന്നും അറിയുന്നത്. സംസാരഭംഗ നിർബന്ധരായിട്ട് ഈ ചെളി കിടന്നിങ്ങനെ ചവിട്ടണത് കൊണ്ട് നമുക്ക് അകത്തെ ആനന്ദത്തെ അനുഭവിക്കാനും മനസ്സിലാക്കാൻ പോലും പറ്റണില്ല. അത്രയേ ഉള്ളൂ കാര്യം. അപ്പൊ ദേവി എല്ലാ തത്വങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നു. തത്വം ദേവി തന്നെയാണ്. പക്ഷെ ഇതൊന്നും
ദൈവീയ ബാധികതയില്ല. ദേവി ഇതിനൊക്കെ അതീതയായിട്ട് ഇതിന്റെ ഒന്നും ഗുണങ്ങളെ അനുഭവിക്കാതെ ഉയർന്നു നിൽക്കും. ഫലങ്ങളും ദേവി ഇച്ഛിക്കുന്നില്ല. നമുക്കകത്തുള്ള ആത്മശക്തി അങ്ങനെ തന്നെയാണ്. നമുക്ക് പ്രവർത്തിക്കാൻ പ്രേരണ നൽകുന്നു, പ്രവർത്തിപ്പിക്കുന്നു. വിജയവും ജയവും ആത്മശക്തിയെ ബാധിക്കാൻ പാടില്ല. ശരിക്കും ജയിച്ചാലും തോറ്റാലും ആത്മശക്തി അതുപോലെ തന്നെ നിൽക്കണം, എന്നാലേ വീണ്ടും പ്രവർത്തിക്കാൻ സാധിക്കും. പക്ഷെ നമുക്കങ്ങനെയല്ല. ചെറിയ പരാജയങ്ങളും ചെറിയ വീഴ്ചകളും ഒക്കെ ആത്മശക്തിയെ വല്ലാണ്ട് ബാധിക്കും. മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് തോന്നും. ഇപ്പൊ ദേവി അവിടെ അകത്ത് വർത്തിക്കുന്നില്ല എന്നർത്ഥം. ഇപ്പൊ തത്വമയിയാണ്. 908 തത്വമർത്ഥ സ്വരൂപിണി. തത്വം എന്ന പദങ്ങളുടെ അർത്ഥത്തോടു കൂടിയുള്ളതാണ് ദേവി. ഈ തത്വം നമ്മൾ കുറേയധികം ചർച്ച ചെയ്യുന്നു. തത്വമസി ഇത് മഹാവാക്യമാണ് അല്ലെ? തത്വമസി എന്താ? പ്രജ്ഞാന ബ്രഹ്മ, അയമാത്മാ ബ്രഹ്മ, തത്വമസി, അഹം ബ്രഹ്മാസ്മി. 4 മഹാവാക്യങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മഹാവാക്യാണ് തത്വമസി. ശബരിമലയിൽ പോയാൽ അയ്യപ്പനെ ദർശിക്കുന്ന മുമ്പ് ആദ്യം കാണാൻ എന്താ? തത്വമസി, അത് നീയാകുന്നു. അയ്യപ്പൻ തന്നെയാണ്, ചെല്ലുന്ന ആൾ അയ്യപ്പനാണ്. ഇതുവരെ തൊഴുത് പടിയിറങ്ങണത് വരെ. ഇപ്പൊ 41 ദിവസം വ്രതം ഉണ്ടോ ചോദിച്ചാൽ എല്ലാവർക്കും ഒന്നുമില്ല. സൗകര്യം പോലെയാണ് വ്രതമൊക്കെ. പക്ഷെ വ്രതം എടുക്കുന്ന 1 മണിക്കൂറാണെങ്കിലും ശരിയാ, വ്രതത്തില് അയ്യപ്പനെ മനസ്സുകൊണ്ട് ആവാഹിച്ച് അയ്യപ്പനായി തന്നെ കടപ്പെടുത്ത് ചരക്കോലൊക്കെ പിടിച്ച് അയ്യപ്പനായി തന്നെയാണ് നമ്മൾ നടക്കണം എന്നാണ് പറയുക. അയ്യപ്പൻ തന്നെയാണ് ഞാൻ. പക്ഷെ ആ തത്വമസി എന്ന തത്വത്തെ തിരിച്ചറിഞ്ഞു, പടി കയറി തത്വമസി കണ്ട് ഭഗവാനെ തിരിച്ചറിഞ്ഞ് അതും ഞാനും ഒന്ന് തന്നെ എന്ന് തിരിച്ചറിഞ്ഞ് ഇറങ്ങുന്ന നിമിഷം ഇതൊക്കെ പോയി. പടി ഇറങ്ങിയാൽ പിന്നെ അയ്യപ്പനും ഇല്ല, പാവവും ഇല്ല, ആരുമില്ല. നോൺ കഴിക്കാം, സേവിക്കാം. അതുവരെ എടുത്ത വ്രതങ്ങളിലേക്ക് ഫലം ആ 41 ദിവസം തൊടില്ല. പക്ഷെ 42ാം ദിവസം ആ തൊടാത്തതിൻ്റെയൊക്കെ കുടിശ്ശിക തീർക്കുകയും ചെയ്യും. പിന്നെന്താ കാര്യം? ആ തത്വമസി ആവോ? പിന്നെ ഇല്ല. ആ തത്വമസി എന്നുള്ള പദത്തെ തിരിച്ചറിഞ്ഞാൽ അത് തത്വമസി, അത് ഞാൻ തന്നെ ആവണം. രാമായണ മാസം ഇന്ന് തുടങ്ങുകയാണ്. രാമായണം ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഉള്ളിൽ തീരിട്ട് മായണം. നടക്കുവോ? എവിടെ? രാമായണം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ കുറ്റം പറയും. 5 മിനിറ്റ് ഇടവേള കിട്ടിയാൽ 10 പല ദിവസം അങ്ങനെ പറയണം, അല്ലെങ്കിൽ സുഖമില്ല. രാമായണമാണ് വായിക്കുന്നത്. ധർമ്മം രാമായണമാണ്. ധർമ്മത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥം രാമായണമാണ്. പക്ഷെ കാര്യമില്ല, രാമായില്ല. ഇതൊക്കെ നാക്കും വായും തമ്മിലുള്ള ബന്ധമുള്ളൂ. മനസ്സിലേക്കും ഹൃദയത്തിലേക്കൊന്നും രാമായണം രാമനൊന്നും പോണില്ല. എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല, അനുഭവിക്കാൻ. മഹാവാക്യങ്ങളൊക്കെ നമുക്കറിയാം, എല്ലാ മഹാവാക്യങ്ങളും അറിയാം. എന്നെക്കാളും നന്നായിട്ട് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ നിങ്ങൾക്ക് സാധിക്കും. പക്ഷെ ഉൾക്കൊള്ളാൻ സാധിക്കും. അവിടെയാണ് പ്രശ്നം. കുറച്ചെങ്കിലും ജീവിതത്തില് ആത്മീയത ഉൾക്കൊള്ളാൻ സാധിക്കും, നന്നാവാൻ സാധിക്കും. മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാനും സഹജീവനവും സൗഹാർദ്ദത്വം അനുഷ്ഠിക്കാനും സാധിക്കും. മാനവ സേവ, മാധവ സേവ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിന് ശ്രമിക്കണം. മാനവസേവ, മാധവ സേവ എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ആൾക്ക് പങ്കും ലംഘ്യതേഗിരി, മുഖം കരോതി വാചാലം പങ്കും ലംഘ്യതേഗിരി. വസുദേവാനം, വസുവിന്റെ പുത്രനായിരിക്കണം, ഭൂമിയുടെ മകനായിരിക്കണം. ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളെയും ഒരുപോലെ കാണാൻ സാധിക്കും, സഹോദരങ്ങളെ പോലെ കാണാൻ സാധിക്കണം. അങ്ങനെയാണെങ്കിൽ മുഖം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരി. മുഖന് പാട്ടുപാടാൻ സാധിക്കും, മുടന്തന് വലിയ പർവ്വതങ്ങളെ കീഴടക്കാനും സാധിക്കും. ഞാൻ അവരെ ഇത് ശാസ്ത്രമാണ് കേട്ടോ, ഞാൻ ഉണ്ടാക്കി പറഞ്ഞ് കളിയാക്കൊന്നുമല്ല. പക്ഷെ എപ്പോ വേണം?
വസുദേവനെ സേവിക്കണം. വസുവിലുള്ള എല്ലാത്തിനെയും ഒരുപോലെ കാണാൻ സാധിക്കണം. ബുദ്ധിമുട്ടാണ്. അവന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു. ബാക്കി എല്ലാവരും വേണമെങ്കിൽ കാണാം, ഇയാളെ കാണാൻ അല്ലെങ്കിൽ ആ പറഞ്ഞ 3-5 ആൾക്കാരെ കാണാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ഇത്ര പേരെ സാധിക്കില്ല, അല്ലെങ്കിൽ ഇന്ന പാർട്ടിക്കാരെ കാണാൻ സാധിക്കില്ല, ഇന്ന മതക്കാരെ കാണാൻ സാധിക്കില്ല, ഇന്ന പ്രദേശക്കാരെ കാണാൻ സാധിക്കില്ല. സാധിക്കാത്ത പട്ടികയാണ് വലുത്. ചെറുതായാലും സാധിക്കായ്മ ഉണ്ടാവും. അപ്പൊ ഇതൊന്നും നടക്കില്ല. തത്വമസിയും അഹം ബ്രഹ്മാസ്മിയും പ്രജ്ഞാനബ്രഹ്മം ഒന്നും നടക്കില്ല. കേട്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്, അർത്ഥറിയാം, അത് വ്യാഖ്യാനിക്കാനും അറിയാം, അനുഭവത്തിലില്ല. അതാണ് പ്രശ്നം. സാമഗാനപ്രിയ 909 നാമം. സാമഗാനം ഇഷ്ടമായവൾ. ഈ സാമവേദം യജ്ഞത്തിലെ ഹവിർഭാഗം സ്വീകരിക്കാൻ വരുന്ന ദേവന്മാരെ സ്തുതിക്കുന്നതാണ്. ഹവിസ് യജ്ഞത്തിലെ യാഗത്തിലെ ഹവിസ് ഓരോ ദേവന്മാരെ സങ്കല്പിച്ച് ഹോമിക്കുമ്പോൾ അതിന്റെ ഭാഗത്തെ സ്വീകരിക്കാൻ എത്തുന്ന ദേവന്മാരെ സ്തുതിക്കുന്നതാണ് സാമവേദം. ഗാനമായിട്ട് സ്തുതിക്കുക ചെയ്യണം. അത് ഇല്ലെങ്കിൽ അവർക്ക് സന്തോഷം ഉണ്ടാവില്ല. അവർ വരുമ്പോൾ അവർ ഭാഗം സ്വീകരിക്കുമ്പോൾ അവരെ സ്തുതിച്ച ഗാനങ്ങൾ ആലപിച്ചില്ലെങ്കിൽ അവർക്ക് സന്തോഷം ഉണ്ടാവില്ല. അപ്പൊ ആ യാഗത്തിന്റെ പൂർണ്ണ ഫലം ലഭിക്കില്ല. കൺസെപ്ച്വലാണ്. മാനസികമായിട്ട് ഓരോ ദേവന്റെ തത്വങ്ങളെയും ആ ദേവന്റെ തത്വങ്ങൾക്ക് അനുസരിച്ചുള്ള അന്തരീക്ഷവും മാനസികമായ ഒരു നിലയും പ്രാപ്തമാക്കണം. അതുകൊണ്ടാണ് നീട്ടി ഇങ്ങനെ പോകണം. കുറേശ്ശെയായിട്ട് ഉൾക്കൊള്ളാൻ സാധിക്കണം. ഒന്നും ഉൾക്കൊള്ളില്ല എന്നുള്ളത് നമുക്ക് നിർബന്ധമാണ്. ഒക്കെ പുറമെയാണ്, കർമ്മഭാഗമാണ്. ഹവിസിന്റെ ദൈവം വരുന്നു, അയാളത് സ്വീകരിക്കുന്നു, അനുഗ്രഹിക്കുന്നു, സന്തോഷം. അതിന്റെ തത്വങ്ങളെ ഒന്നും നമുക്ക് ബാധകമാക്കാൻ പറ്റില്ല. വിഷ്ണു എന്ന് പറഞ്ഞാൽ ആ ശ്രീകോവിലിനകത്തിരിക്കുന്ന ഒരു വിഗ്രഹമാണ്. നമ്മൾ പോയിട്ട് മാലയോ പാൽപ്പായസമോ അങ്ങനെയുള്ള വഴിപാടുകൾ വെച്ചാൽ ദേവൻ നമുക്ക് ആവശ്യപ്പെട്ടത് എന്തോ തരും. അല്ലാതെ വിഷ്ണുവിനെ മനസ്സിലാവാഹിച്ച് നാമം ജപിച്ച് തൃപ്തിപ്പെടുത്തലൊന്നും നടക്കില്ല. ആ പൈസ പഠനങ്ങൾ കൊടുക്കാം, എത്ര വെച്ചാൽ പറഞ്ഞോളൂ, ദക്ഷിണങ്ങളെ കൂട്ടി പറഞ്ഞോളൂ. പക്ഷെ എനിക്ക് എൻ്റെ ഉള്ളിൽ മനസ്സിൽ ഉൾക്കൊണ്ട് അദ്ദേഹത്തെ ഭജിക്കാനും സേവിക്കാനും ഒന്നും സാധിക്കില്ല. അദ്ദേഹത്തെ മനസ്സിലാക്കാൻ സാധിക്കില്ല. അദ്ദേഹത്തിന്റെ സന്ദേശങ്ങൾ കേൾക്കാൻ സാധിക്കില്ല. സഹസ്രനാമം വായിക്കാം. സഹസ്രനാമത്തിലെ ഓരോ പദങ്ങളും എന്താണ് ഭഗവാനെ കുറിച്ച് പറഞ്ഞതെന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല. താല്പര്യമില്ല. അതിന്റെ ഫലം എല്ലാ മന്ത്രങ്ങൾക്കും നാമങ്ങൾക്കും ഒരു ഫലശ്രുതിയുണ്ട്. അതാണ് പ്രധാനം. നമുക്ക് സഹസ്രനാമം ജപിച്ച ഫലശ്രുതികളെ ജപിച്ചില്ലെങ്കിൽ തൃപ്തിയാവില്ല. എന്തൊക്കെയാ കിട്ടുക? ഇന്നത് ചെയ്താൽ ഇന്നത് കിട്ടും എന്നാണെങ്കിൽ ചെയ്യാം. കുട്ടി ഉണ്ടാവാൻ എന്താ വേണ്ടത് വെച്ചാൽ ഇന്നത് ചൊല്ലിയാൽ മതി എന്ന് പറഞ്ഞാൽ ചൊല്ലാം. പക്ഷെ ഭഗവാനെ മനസ്സിലാവാഹിച്ച് അദ്ദേഹത്തിന് മനസ്സുകൊണ്ട് നമിച്ച് ചൊല്ലാൻ പറഞ്ഞാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടാവും. ഒക്കെ ബാഹ്യാണ്, ആന്തരികമല്ല. ഈ ചൊല്ലല് പോലും ബാഹ്യാണ്, മനസ്സുകൊണ്ട് ഉൾക്കൊണ്ടിട്ടല്ല ചൊല്ല. എല്ലാവരും ഞാൻ പറഞ്ഞില്ല, അത് പറയാനുള്ള അർഹതയൊന്നും എനിക്കില്ല. പക്ഷെ കുറെ അധികം പേരെങ്കിലും അത് ഉൾക്കൊള്ളണില്ല. ബാഹ്യമായിട്ട് കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം ഈശ്വര സേവ ചെയ്യുന്നുണ്ട്. കാര്യം സാധിച്ചില്ലെങ്കിൽ നമുക്ക് പറ്റില്ല. ഈശ്വരനും ശരിയല്ല. അങ്ങനെയാണ് കാണാൻ കാര്യങ്ങൾ. ഈശ്വര സേവ, കാര്യസാധ്യം രണ്ടും പരസ്പര പൂരകങ്ങളായിരിക്കും. പൂജ ചെയ്യാം, പക്ഷെ ഈ പറഞ്ഞ കാര്യം നടക്കണം. ഗ്യാരണ്ടി ചെയ്യാൻ പറ്റുമോ? എന്താ ചെയ്യാൻ ഒരു ഗ്യാരണ്ടി ഇല്ല. ഈശ്വരന്റെ കാര്യമാണ്. പൂജ ചെയ്യുന്നവർക്കപ്പുറം പൂജ ചെയ്യിപ്പിക്കുന്ന ആളുടെ മനസ്സിൽ പൂർണ്ണമായും അതിനെക്കുറിച്ചുള്ള ബഹുമാനവും വിശ്വാസവും അർപ്പണവും പ്രാർത്ഥനയും വേണം. ആ പൂജയിൽ പൂർണ്ണമായും ആദ്യാവസാനം സഹകരിക്കണം. അതിനുശേഷവും ആ ഈശ്വരനെ മനസ്സുകൊണ്ട് നിരന്തരമായിട്ട് ഭജിക്കണം കുറച്ചു കാലം. കൊടുക്കുന്ന കാശിന്റെ മഹത്വമല്ല പൂജ. കാശിന്റെ മഹത്വം എന്തൊക്കെയാ? നല്ല പ്രാരാബ്ധങ്ങൾ കുറയ്ക്കാനൊക്കെ കുറച്ച് പണമൊക്കെ കൊടുക്കണം എന്നുള്ളതാണ്.
ദ്രവ്യം ദാനം ചെയ്താൽ പ്രാരാബ്ധങ്ങൾ കുറയും. പ്രാരാബ്ധങ്ങൾ പറയുമ്പോൾ ജീവിതം കുറച്ചുകൂടി നന്നാവും. അതിനപ്പുറത്തേക്കൊന്നുമില്ല. ബാക്കി നമുക്ക് പൂർണ്ണമായും പങ്കെടുക്കണം ചെയ്യുന്ന കാര്യങ്ങൾ. അതിനെന്തുമാത്രം നമുക്ക് പറ്റും, എന്തുമാത്രം സാധിക്കും, അതിലാണ് കാര്യം. പൊതുവെ നമുക്ക് മെനക്കെടാൻ വേണ്ടിയായതുകൊണ്ട് അതൊക്കെ സാധിക്കും. എത്ര കാശ് മുടക്കി, എത്ര കാശ് കളഞ്ഞു എന്നറിയും. പൂജ, മന്ത്രവാദം, വഴിപാടുകൾ, ക്ഷേത്ര ദർശനം ഒക്കെ ആയിട്ട് ഇഷ്ടം പോലെ കാശ് കളഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ തന്നെ ആ വാക്കിന്റെ അർത്ഥം മനസ്സിലായി. എത്ര കാശ് കളഞ്ഞു ആണ്. ഈ ചെയ്തതൊക്കെ കളയലായിരുന്നു. കളഞ്ഞതിന് എന്തെങ്കിലും ഫലം കിട്ടും? അറിഞ്ഞ് ചെലവാക്കിയതല്ല, പ്രാർത്ഥനയോടുകൂടി കൊടുത്തതല്ല, കളഞ്ഞതാണ്. അപ്പൊ പിന്നെ അവരുടെ അനുഭവം എന്താന്ന് പറയേണ്ട കാര്യമില്ല. എത്ര കാശ് കളഞ്ഞു എന്നാ പറയാം. എന്നോട് ഒരാളല്ല, ഒരു തവണയല്ല, പല ആൾക്കാർ പല തവണയായിട്ട് പറഞ്ഞിട്ടുണ്ട്. എത്ര കാശ് കളഞ്ഞു തിരുമേനി. കൊടുത്താൽ അതിന്റെ ലിമിറ്റ് വെക്കണം എന്ന് പറയുന്ന ആൾക്കാർ. ഒരു പരിധിക്ക് അപ്പുറം ഒന്നും കൊടുക്കാൻ പറ്റില്ല, കൊടുക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ, കൊടുക്കാൻ പരിധി വെക്കുന്ന ആൾക്കാർ, ലിമിറ്റ്, അപ് ടു ദിസ് ലിമിറ്റ് മാത്രമേ കൊടുക്കാൻ പറ്റൂ. പിന്നെ അല്ലെങ്കിൽ നമ്മൾ മണ്ടന്മാരായി പോകും. നമ്മൾ കൊടുക്കുന്ന മനസ്സെങ്ങനെ ബുദ്ധിമാനായിട്ടാണ് ആദ്യം കൊടുക്കുന്നത്. പിന്നെ മണ്ടനാവാതിരിക്കാൻ കൊടുക്കാതിരിക്കുക. അതൊക്കെയാണ് നമ്മുടെ മനസ്സിലെ കാഴ്ചകളും വിചാരങ്ങളും വികാരങ്ങളും. കൊടുത്തിട്ട് ഒരു കാര്യമില്ല. കളഞ്ഞതിന് ഗുണം കിട്ടില്ല. കളഞ്ഞത് പാഴ്വസ്തുക്കളാണല്ലോ, ആവശ്യമില്ലാത്തല്ലേ കളയുക. അപ്പൊ കളഞ്ഞതുകൊണ്ട് എന്താ പ്രയോജനം? കിട്ടിയ ആൾക്ക് പ്രയോജനം ഉണ്ടാവും, അല്ലാണ്ട് കളഞ്ഞ ആൾക്കൊരു പ്രയോജനം അതിൽ നിന്ന് കിട്ടാൻ പോകില്ല. കളഞ്ഞതാണ്. ചർച്ച തുടരാം. നമസ്കാരം.